ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നവംബർ മാസം കഴിഞ്ഞെങ്കിലും മരിച്ചവരുടെ മാസമല്ലെങ്കിലും മരിച്ചവർക്ക് വേണ്ടി എല്ലാ ദിവസവും നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഓരോ ശുദ്ധീകരണ അവസ്ഥയിലുള്ള ആത്മാക്കളും വലിയ സഹനത്തിലൂടെ കടന്നു പോവുകയാണ്. എപ്പോഴും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറായിരിക്കണം. വിശുദ്ധ ജത്രൂദിന്റെ പ്രാർത്ഥനയൊക്കെ എല്ലാ ദിവസവും അല്പസമയം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റുകയാണെങ്കിൽ, ശുദ്ധീകരണ അവസ്ഥയിലുള്ള ആത്മാക്കൾ കാഴ്ചവെക്കുകയാണെങ്കിൽ, ആ ശീലം ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ ആ ശീലം ആരംഭിക്കണം. വിശുദ്ധ ജത്രൂദിന്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് സകല മരിച്ചവരെയും നമുക്ക് കാഴ്ചവെക്കാം, ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പൂർവികരായ മരിച്ചവരെയും കൂടെ ചേർത്ത് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ജത്രൂദിന്റെ പ്രാർത്ഥന ആയിരാത്മാക്കളെ മോചിപ്പിക്കുമെന്നറിയപ്പെടുന്ന പ്രാർത്ഥന നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, ഇന്നേ ദിവസം ലോകമാസകലം അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ഒന്നു ചേർന്ന് അങ്ങേ ദിവ്യപുത്രന്റെ ഏറ്റവും വിലയേറിയ രക്തം ശുദ്ധീകരണ അവസ്ഥയിലുള്ള എല്ലാ ശുദ്ധാത്മാക്കൾക്ക് വേണ്ടിയും എല്ലായിടത്തുമുള്ള പാപികൾക്ക് വേണ്ടിയും സാർവത്രിക സഭയിലുള്ള പാപികൾക്ക് വേണ്ടിയും എന്റെ കുടുംബത്തിലും എന്റെ സ്വന്തം ഭവനത്തിലുള്ളവർക്ക് വേണ്ടിയും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. ആമേൻ.